നമസ്കാരം, മൈസെൽഫ് അബ്ദുൾ റഷീദ്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ ബോൾ വെയിറ്റ് W എന്ന് വെയിറ്റ് വരുന്ന ഈ ഒരു ബോളിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. സപ്പോർട്ടഡ് ബൈ ദ സ്ട്രിങ് എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വഴി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് എ സ്മൂത്ത് വെർട്ടിക്കൽ വാൾ ഇതാണ്, കുത്തനെയുള്ള ഒരു വാൾ ഉണ്ട്. ആൻഡ് ഓൾസോ റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് എ സ്മൂത്ത് ഹൊറിസോണ്ടൽ ഫ്ലോർ അറ്റ് ഡി. ഹൊറിസോണ്ടൽ ഫ്ലോറിൽ ഡി എന്ന പോയിന്റിലും അതുപോലെ തന്നെ വെർട്ടിക്കൽ വാളിൽ സി എന്ന പോയിന്റിലുമാണ് അത് എന്ത് ചെയ്യുന്നത്, റെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഫ്രീ ബോഡി? ഇതൊരു 3 മാർക്ക് വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം? അതാണ് ആദ്യം അറിയേണ്ടത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ ബോഡി ഈസ് എ ഡയഗ്രാം, ഒരു ഡയഗ്രാമാണ്. ഇൻ വിച്ച് ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഫ്രം ഇറ്റ് സപ്പോർട്ട്. ഇതിന്റെ സപ്പോർട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, മാറ്റി നിർത്തപ്പെടണം അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടണം. ആൻഡ് സപ്പോർട്ട് ആർ റീപ്ലേസ്ഡ് ബൈ ദ റിയാക്ഷൻ. ഈ സപ്പോർട്ടുകൾ പറയും, നമ്മൾ വെർട്ടിക്കൽ സപ്പോർട്ട് ഉണ്ട്, ഹൊറിസോണ്ടൽ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയും കഴിഞ്ഞ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ടുകളൊക്കെ റീപ്ലേസ്ഡ് ബൈ ദ റിയാക്ഷൻസ് വഴി നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യുകയും ചെയ്യണം. വിച്ച് ദി സപ്പോർട്ട് എക്സേർട്ട് ഓൺ ദ ബോഡി. എവിടേക്കാണ് സപ്പോർട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്തത് അതെല്ലാം തന്നെ റിയാക്ഷൻ ഫോഴ്സ് കാരണം നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യുകയും വേണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് മാറ്റപ്പെടുക, അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. എവിടെ വെർട്ടിക്കൽ സപ്പോർട്ട് എത്രയാണ്, സിയിലാണ് വരുന്നത്. വെർട്ടിക്കലിൽ സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ സപ്പോർട്ട് വരുന്നത് എവിടെയാണ്, ഡി എന്ന പോയിന്റിലാണ്. പിന്നെ അത് കൂടാതെ ബോളിന് ഒരു വെയിറ്റ് W എന്ത് ചെയ്യുന്നുണ്ട്, താഴത്തോട്ടുണ്ട്. അതുപോലെ തന്നെ AB എന്ന ഒരു സ്ട്രിങ്ങിൽ എന്തുണ്ട്, ടെൻഷനും അനുഭവപ്പെടുന്നുണ്ട് അല്ലെ, ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്, അഥവാ ടെൻഷൻ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഫ്രീ ബോഡി ഡയഗ്രത്തിലേക്ക് വരയ്ക്കുമ്പോൾ ഇതിന്റെ സപ്പോർട്ടുകളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കണം. അതിന് പകരം എന്ത് കൊടുക്കണം, റിയാക്ഷൻ ഫോഴ്സ് ആയിട്ട് നമ്മൾ അവിടെ കൊടുക്കണം. ഇവിടെ സപ്പോർട്ട് ഉണ്ട്, ഇതിന്റെ റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെയായിരിക്കും, മുകളിലോട്ടായിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, നമ്മൾ സെപ്പറേറ്റ്ലി ഇവിടെ എന്ത് പറയുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ എന്തുണ്ട്, AB എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ്ങിൽ എന്ത് വരുന്നുണ്ട്, ഒരു ടെൻഷൻ ഫോഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ, വലിവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോഴ്സിന്റെ റിയാക്ഷൻ ഫോഴ്സ് എന്താണ്, മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് എന്ത് വരുന്നുണ്ട്, താഴത്തോട്ട് വരുന്നുണ്ട്. ബോഡിയുടെ വെയിറ്റ് താഴത്തോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വെയിറ്റ് കാരണം ഈ ഒരു ഹൊറിസോണ്ടൽ സർഫസിന് അവിടെ റിയാക്ഷൻ വരുന്നുണ്ട്. ഡി എന്ന പോയിന്റിലുള്ള റിയാക്ഷൻ ആയതുകൊണ്ട് റിയാക്ഷൻ അറ്റ് ഡി എന്നുള്ള രൂപത്തിൽ RD എന്ന് കൊടുത്തിട്ടുണ്ട്, റിയാക്ഷൻ അറ്റ് ഡി. അതുപോലെ തന്നെ ഇവിടെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട് അല്ലെ, ഈ വെർട്ടിക്കൽ വാളില്. അതിന്റെ റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, RC എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഫോഴ്സ് കൊടുക്കുന്നത്, ഈ ബോൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും, അതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്, വാൾ റിയാക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ആ റിയാക്ഷൻ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് RC എന്ന് ഈ ഡയറക്ഷനിൽ കൊടുത്തത്. ക്ലിയർ ആണോ? ഇവിടെ താഴത്തോട്ട് വെയിറ്റ് എന്ത് ചെയ്യുന്നു, ബോൾ താഴത്തോട്ട് വെയിറ്റ് കൊടുക്കുന്നു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു റിയാക്ഷൻ മുകളിലേക്ക് സർഫസ് കൊടുക്കുന്നു. അതാണ് RD മുകളിലേക്ക് കൊടുക്കാൻ കാരണം. അപ്പൊ ഏതൊക്കെ ഫോഴ്സുകളാണ് നിലവിലുള്ളത്? 4 ഫോഴ്സുകളാണ്. ഒന്ന്, റിയാക്ഷൻ RC അറ്റ് പോയിന്റ് C നോർമൽ ടു ദ AC ക്ക് നോർമൽ ആയിട്ടായിരിക്കും എന്ന് പറയുന്നത്. AC ക്ക് നോർമൽ ആയിട്ട് റിയാക്ഷൻ അറ്റ് C എന്നിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ AC എന്ന് പറഞ്ഞ ഈ സർഫസിന് നോർമൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, RC വരുന്നത്. അതുപോലെ തന്നെ ഈ D എന്ന് പറയുന്ന അല്ലെ ഫോഴ്സ് F അറ്റ് ദ ഡയറക്ഷൻ ഓഫ് സ്ട്രിങ് AB എന്നുള്ള ഡയറക്ഷനിൽ അല്ലെ, AB എന്ത് ചെയ്യുന്നുണ്ട്, F എന്ന് പറഞ്ഞ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടെൻഷൻ ഫോഴ്സ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് W ഓഫ് ദ ബോൾ താഴത്തോട്ട് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്, വെയിറ്റ് എന്ത് ചെയ്യുന്നു, കുത്തിനെ താഴത്തോട്ട് വരുന്നുണ്ട്. അതുകൂടാതെ റിയാക്ഷൻ RD എന്ന് പറഞ്ഞാൽ അറ്റ് പോയിന്റ് D നോർമൽ ടു ദ ഹൊറിസോണ്ടൽ സർഫസ്. ഈ ഹൊറിസോണ്ടൽ സർഫസിന് നോർമൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ RDയും കാണപ്പെടുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. 3 മാർക്കും കിട്ടും. എവിടെയൊക്കെയാണ് ഫോഴ്സ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ എന്ത് കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. 3 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.